ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സേഫായിരിക്കുമെന്ന് വിചാരിക്കണം. നമ്മളൊന്ന് ഐക്കിയയിൽ പോകാനുള്ള പ്ലാൻസിലായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെയായിട്ട് ഇപ്പോൾ ഐക്കിയയിലോട്ടാണല്ലോ അപ്പോൾ വീട്ടിൽ നിന്നേ തുടങ്ങി ക്യാമറയായിട്ട്. അപ്പോൾ കുട്ടികളൊക്കെ റെഡിയാക്കി ഈവനിങ്ങാണ് ഇറങ്ങിയേക്കണത്. അപ്പോൾ ഈ കൊറോണയൊക്കെ കാരണം നമ്മളങ്ങനെ അവിടെ ഇങ്ങോട്ട് ഒന്നും പോക്കുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ കാലം എത്തിയിട്ടാണ് ഇപ്പോൾ മേ ബി ഒരു 2 ഇയേഴ്സൊക്കെ ആയിട്ടുണ്ടാവും പോയിട്ട്. അപ്പോൾ അതിൻ്റെ ഹാപ്പിനെസ്സിൽ ഭയങ്കരമായ തയ്യാറെടുപ്പും പോക്കും ഒക്കെയാണ് കേട്ടോ. ഹസ്ബൻഡ് ബാക്കിൽ സാധനങ്ങളൊക്കെ വെക്കണ നേരത്തിന് നമ്മൾ ഭയങ്കര ഫോട്ടോ പോസിങ് ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വഴിയിൽ നിന്ന് പകുതി വെച്ച് തന്നെ ഹസ്ബൻഡ് പറഞ്ഞ് മേ ബി തിരക്കുണ്ടാവും, അങ്ങനെ ആണെങ്കിൽ ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു റൂട്ടാണ്. എന്നാലും ഞാൻ ഭയങ്കര കോൺഫിഡൻസിലായിരുന്നു കേട്ടോ. ബിക്കോസ് കുറേ കാലം എത്തി പോണതാണ്. അപ്പോൾ എന്തായാലും തിരക്കൊക്കെ ഉണ്ടാവുമോ എന്ന് അങ്ങനെ വിചാരിച്ചു. IKEA ഈസ് ലൈക്ക് ഗ്രോസറി ഷോപ്പ് പോലെയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാപ്പോഴും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഞാനത് എക്സ്പെക്റ്റ് ചെയ്യണില്ല, തിരക്കൊന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു മൈൻഡ് തന്നെയായിരുന്നു എനിക്ക്. അപ്പോൾ റൂട്ടിൽ നിന്ന് തന്നെ തുടങ്ങിയിട്ടാ ക്യൂ. ഇത് ജസ്റ്റ് ഒരു വണ്ടി കയറ്റാനുള്ള ക്യൂ ആണ്. അത് കഴിഞ്ഞിട്ട് ദർ ഈസ് അനദർ ക്യൂ ഫോർ എൻട്രിക്ക് വേണ്ടിയായിട്ടും. അവിടെ നിന്ന് എല്ലാവരും ഒന്നിച്ച് കയറ്റി വിടില്ല, കുറച്ച് പേരെ കയറ്റുള്ളൂ. എന്നാലും ഞാൻ ഹസ്ബൻഡിനോടൊന്ന് ചോദിച്ചു, നമുക്ക് കയറിയാലോ. ഒട്ടും കുട്ടികൾ നിൽക്കില്ല. ഈവൻ ഹസ്ബൻഡ് അത്രയും നേരം ഒന്നും വെയിറ്റ്, അവിടെ കുറേ ഇങ്ങനെ ക്യൂ ഉണ്ട്, ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകുന്നെന്ന്. പിന്നെ നെക്സ്റ്റ് ഒരു ടൈം പോയതാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ പിന്നെ റോട്ടിൽ നിന്നൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ എൻട്രൻസിൽ തന്നെ ഒരു ജസ്റ്റ് ഒരു മോഡൽ പോലെ ഒരു ബെഡ് സെറ്റും കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസൊക്കെ ആയിട്ട് അങ്ങനെ ഒരു മോഡൽ പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷോപ്പിംഗ് തുടങ്ങേണ്ടത് മോളിൽ നിന്നാണ്. മുകളിലോട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ബാഗ് വെച്ചിട്ടുണ്ട്. ഈ ട്രോളി നോക്കിക്കോ, ഇതൊരു ഡിഫറെൻ്റായിട്ട് ഇങ്ങനെ ഉള്ളതാണ്. നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന ട്രോളിയല്ല. ഈ ഒരു ബാഗ് എടുത്തിട്ട് അതിൽ ഇങ്ങനെ ലോക്കുണ്ട്, അവിടെ വെച്ചിട്ടാണ് ഷോപ്പിംഗ് ചെയ്യേണ്ടത്, സാധനങ്ങൾ ഇടുന്നത്. പിന്നെ IKEA ഈസ് ലൈക്ക് പിന്നെ ഷോപ്പിംഗ് മാത്രമല്ല, നമുക്ക് അവിടുത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഒരു രസമാണ് കാണാൻ. ഓൾ യുണീക്ക് ഐറ്റംസ് ആയിരിക്കും അവിടുത്തെ. അവിടെ പോയിട്ടുള്ളവർക്ക് എന്തായാലും അറിയാനുണ്ടാവും. എന്നാലും ഞാൻ എല്ലാവർക്കും വേണ്ടി ഇവിടെ ജസ്റ്റ് ഒന്ന് പറയണമെന്നുള്ളൂ കേട്ടോ. അവിടുത്തെ സാധനങ്ങൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ലേഡീസ് സെക്ഷൻസിന് ചിലപ്പോൾ മിക്കവാറും എല്ലാവർക്കും ഇഷ്ടം തന്നെ ആയിരിക്കും അത്. ഇപ്പോൾ ഈ കൊറോണയുടെ സിറ്റുവേഷൻ കാരണം കേട്ടോ ഇവിടെ ഇങ്ങനെ ടാഗൊക്കെ വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും വെക്കാറൊന്നുമില്ല. പിന്നെ എല്ലാ സാധനത്തിനും ഈച്ച് ആൻഡ് എവറിത്തിങ് പ്രൈസ് ലിസ്റ്റ് അതിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കപ്പോൾ തന്നെ കാൽക്കുലേറ്റ്. പിന്നെ ഈവൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു പേപ്പർ ആൻഡ് പെൻസിൽ ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ള എന്നിട്ടാണെന്ന് വെച്ചാൽ നോട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ ബാർകോഡൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ അണ്ടർഗ്രൗണ്ടിൽ അവിടെ ഒരു സെക്ഷൻ ഉണ്ട്, ഗോ ഡൗൺ പോലെ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വലിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഷെൽഫ്, മറ്റേ എഴുതലും കമ്പ്യൂട്ടേഴ്സിൻ്റെയും അങ്ങനത്തെ ബുക്ക് ഷെൽഫ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങോട്ടാണ് സോഫയും ബെഡ് സെറ്റ്, ദെൻ അൽമാരികൾ, കിച്ചൺ അങ്ങനത്തെയൊക്കെ വരുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ ഐഡിയാസ് കിട്ടും. നമ്മൾ റൂമൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയായിട്ടും അതുപോലെ എല്ലാം അവിടെ ഇങ്ങനെ നന്നായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കണ്ടില്ലേ, എല്ലാത്തിലും പ്രൈസ് ടാഗ് ഇട്ട് വെച്ചിട്ടുണ്ടാവും. ഒരുപാട് സാധനങ്ങളുണ്ട്, കുറേയൊക്കെ പ്രൈസി ആയിരിക്കും. എന്നാലും അവിടെ നല്ല ചീപ്പായിട്ട് കിട്ടണം. നമുക്ക് എമർജൻസി ആയിട്ട് ഡെയിലി യൂസ് ചെയ്യേണ്ട സാധനങ്ങൾ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ കിട്ടും അവിടെ നിന്ന്. ആൻഡ് ലൈക്ക് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആയിരിക്കും എല്ലാനും. ഈ പ്രാവശ്യം ചെന്നപ്പോൾ കുറേ പ്ലാന്റ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും ഉണ്ട്, അല്ലാതെയും ഉണ്ടായിരുന്നു. എന്നാലും നല്ല അത്യാവശ്യം 300-400 അങ്ങനത്തെ റിയാൽസ് അങ്ങനത്തെ റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വളരെ അങ്ങനത്തെ വളരെ സ്മോളായിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു, ലൈക്ക് 15-20 റിയാൽസിനൊക്കെ. അത് ഭയങ്കര സ്മോളാണ്.
ഈ ഒരു ഇതിൽ ഇത്രയും ഒരു ചെറിയ സ്പേസിൽ ബെഡ്റൂം ആൻഡ് അതിൻ്റെ അൽമാരി, പിന്നെ ഡൈനിങ് ഹാള്, കിച്ചൺ, വാഷ്റൂം ആൻഡ് കിഡ്സ് ബെഡ്റൂം ഒക്കെ സെറ്റ് ചെയ്തേക്കുന്ന ഒരു വളരെ ചെറിയൊരു സ്പേസാണ്. ആ ലൈറ്റൊക്കെ നല്ല പ്രൈസാണെന്ന് തോന്നുന്നുണ്ട്. ബട്ട് ആ പ്ലാന്റ് അവിടെ ഉണ്ടായിരുന്ന അത് ലിറ്റിൽ ലൈക്ക് $299 എന്തോ ആയിരുന്നു തോന്നുന്നു. IKEA ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്പെഷ്യൽ ഐറ്റംസായി, റെയറായിരിക്കും. നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, ആൻഡ് വേറെ എവിടെ അത് കിട്ടൂല. അങ്ങനത്തെ ഒരു കുറേ ഐറ്റംസ് ആയിരിക്കും. പിന്നെ അതിൻ്റെ ഒരു സ്പെഷ്യൽ ഭംഗി, അത് എവിടെ വെച്ചാലും അതിനായൊരു ഭംഗി ഉണ്ടാവും. കുട്ടികളാണ് ഞാൻ ചെന്നപ്പോൾ തുടങ്ങിയ ഒരു പേനയുമ്പോൾ പേപ്പർ കൊടുത്തിട്ട് ഭയങ്കരമായ എഴുത്തും കുത്തൊക്കെ ആയിരുന്നു. ഇതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ നിന്നുള്ളതിന് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഭയങ്കര വീഡിയോ എടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ചും കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ഏരിയാസൊക്കെ വന്നപ്പോൾ പിന്നെ ഞാൻ മൊബൈലൊക്കെ എടുത്ത് വെച്ച് ഫുൾ അതിൽ കിടന്ന് വരകലായിരുന്നു. ആ കമ്പ്യൂട്ടർ ടേബിളില്ലേ, അതിന് $45 ആയിരുന്നു തോന്നുന്നു. നല്ല പ്രൈസായിരുന്നു അതിൻ്റെ. നമുക്ക് നമ്മുടെ കിച്ചണിലോട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കുറേ സ്റ്റാൻഡുകൾ കണ്ടോ, നല്ല ഭംഗിയുള്ള സ്റ്റാൻഡുകളായിരുന്നു. ഇത് മറ്റേ ബുക്കൊക്കെ വെക്കണ ഷെൽഫുകളാണ് കേട്ടോ. ആ പ്ലേറ്റ് ഞാൻ ബർഗർ സ്റ്റൈലിന് എടുത്ത് നോക്കിയാണ്, ഭയങ്കര ഹെവി ആയിരുന്നു കേട്ടോ, അത്രയ്ക്ക് പോരാ. ഈ ബ്രഷൊക്കെ ജസ്റ്റ് $2 കേട്ടോ ഒക്കെ. നല്ല ബ്രഷാണ്, കുറേ ലോങ് ലാസ്റ്റിംഗ് ആണത്, നമ്മൾ മുമ്പ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ സ്റ്റാൻഡുകളാണ്, എന്നിട്ട് കിച്ചണിലും പുറത്തൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയായിട്ടും. പിന്നെ അവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ. നല്ല സിസ്റ്റമായിരുന്നു അവിടുത്തെ. എന്നാലും എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു പോയാൽ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക്. ഈ ഏരിയയിൽ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ അത് പിന്നെ വേറൊരു ദിവസം കാണിച്ചു തരാം എല്ലാം IKEA പ്രോഡക്ട്സ്. ബിക്കോസ് ലെങ്തി ആകുമ്പോൾ നമുക്ക് ബോറാവൂലേ കാണാൻ വേണ്ടി കേട്ടോ. പിന്നെ കുറച്ച് കുട്ടിക്ക് ബെഡ്ഷീറ്റ്സും പില്ലോ ആൻഡ് കർട്ടൻസൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചായിരുന്നു. പിന്നെ കർട്ടൻ്റെ റോഡില്ലേ, അതൊക്കെ വാങ്ങിയായിരുന്നു. പിന്നെ ഇത് ലൈക്ക് ഒരു ഗോഡൗൺ പോലെ കഴിഞ്ഞിട്ട് നമ്മൾ ബിൽ പേ ചെയ്യണമെങ്കിൽ ഈ ഒരു ഏരിയയുടെ ഉള്ളിൽ കൂടെ വേണം പോകാനായിട്ട്. അവിടെ ലൈവ് പ്ലാന്റ്സ് ഒക്കെ ഒറിജിനൽ പ്ലാന്റ്സ് ആണ് കേട്ടോ അത്. എന്നാലും ഇറ്റ്സ് ലൈക്ക് 200-300 അങ്ങനത്തെ ഒക്കെ റേഞ്ചിലുണ്ടായിരുന്നു എല്ലാവരും. അപ്പം നമ്മൾ എന്തെങ്കിലും വലിയ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഡിസ്പ്ലേ അല്ലാണ്ട് അത് ഇവിടെ ആയിരിക്കും നമുക്ക് അതിൻ്റെ പ്രോഡക്റ്റ് കിട്ടണത്. അപ്പോൾ അത് സെൽഫ് സർവീസാണ്. നമ്മൾ തന്നെ പോയി ബാർകോഡ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് എടുത്തിട്ട് അവിടെ കൗണ്ടറിൽ
പോയി പേ ചെയ്ത്. ഇതിപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഐറ്റം എക്സാക്റ്റ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഒരാൾ വന്ന് ഹെൽപ്പ് ചെയ്തതാണ്, വേറെ കണ്ടെത്ത് തന്നതാണ് അവർ. ഇനിയിപ്പോൾ നേരെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിൽ പേ ചെയ്യാനുള്ള കൗണ്ടേഴ്സാണുള്ളത്. അതിൻ്റെ സൈഡിലായിട്ട് ദർ ഈസ് വൺ ഏരിയ ലൈക്ക് ഡാമേജ്ഡ് പീസസ് ഉണ്ടാവുമല്ലോ, ജസ്റ്റ് എന്തെങ്കിലും ഒരു പോറല ഈവൻ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന ആ പീസസൊക്കെ അവിടെ ഉണ്ടാവും 70% ഓഫിൽ. അപ്പോൾ നമുക്കതിൽ വല്ലതും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞ ഏരിയ. ഹസ്ബൻഡ് ബില്ല് പേ ചെയ്യാൻ നിൽക്കുന്ന നേരത്തെ ഞാൻ ഇവിടെ ഒന്ന് വെറുതെ കിടന്ന് വരയ്ക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ ഒന്നും കിട്ടിയില്ല കേട്ടോ, നമുക്ക് നല്ലതായിട്ടൊന്നും കണ്ടില്ല ഞാനിവിടെ. ജസ്റ്റ് ഓൾമോസ്റ്റ് ഡാമേജ്ഡ് ഐറ്റംസ് തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ആൻഡ് പ്ലീസ് ബി സേഫ്. താങ്ക് യു സോ മച്ച്.